ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എന്നത്തെ പോലെ തന്നെ കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ ആയിട്ടാണ് ഞാൻ ആക്ച്വലി ഇന്നും വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് പൈകയെന്ന് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിന് ഉള്ളിലേ ഉള്ളൂ. മേട എന്ന് പറയും. നിങ്ങൾ ഇവിടെ വന്നിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ക്രോമിലോ ഗൂഗിളോ എവിടെ കയറി വേണമെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷൻ കിട്ടും. അപ്പം ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ഈ ലൊക്കേഷൻ്റെ ലിങ്കും കൂടെ ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഏറെക്കുറെ ഒരു 10-60 കൊല്ലത്തിൻ്റെ മുകളിൽ പഴക്കമുണ്ട് ഈ നെല്ലറയ്ക്ക്. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ പാടങ്ങളിലൊക്കെ എന്താ പറയുക, കൊയ്ത്തും സംഭവം എല്ലാം കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് നെല്ലൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി, അതായത് നെല്ലിന് ഒരു കേടുപാട് പോലും പറ്റാതെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ഇങ്ങനത്തെ നെല്ലറ ഉണ്ടാക്കുന്നത്. ഇപ്പം ഭയങ്കര ചുരുക്കമാട്ടോ, ഇപ്പോൾ എല്ലായിടത്തും ഭയങ്കര ചുരുക്കമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ ഒരുപാട് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. നമ്മളെ ട്രഡീഷണൽ വൈബിന് പറ്റിയ, അല്ലെങ്കിൽ ആ ഒരു ട്രഡീഷണൽ ലുക്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ, പിന്നെ അതുപോലെ ഒരുപാട് മൂവീസിൽ ഈ ഏരിയ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്, ഈ ഒരു നെല്ലറ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇന്ന് ഒരു പ്രമോഷൻ ഷൂട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. സാരീസിൻ്റെ ഒരു 3 സാരി ഉണ്ട്. അപ്പോൾ സാരീസിൻ്റെ പ്രമോഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. 6:30 ആകുമ്പോൾ ഇവിടെ വന്നിട്ട് 7 മണിയൊക്കെ ആകുമ്പോൾ ഷൂട്ട് തുടങ്ങണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞങ്ങൾ ഇരുന്നിരുന്നത്. പക്ഷേ ക്ലൈമറ്റൊക്കെ ഭയങ്കര മോശമാണ്. 2 ദിവസമായിട്ട് ഇവിടെ നല്ല തകർത്ത് മഴയാണ്. കറണ്ടൊന്നുമില്ല. വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ കയറി അടുത്ത് വെച്ചിട്ടാണ് ഈ ഫോണൊക്കെ കുത്തിയിട്ടിട്ട് ഇപ്പോൾ ഈ കറണ്ടിൽ ഈ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മോഡൽ വരുന്നതേ ഉള്ളൂ. എടപ്പറമ്പിൽ സിൽക്സിൻ്റെ ഒരു വർക്ക് ഞങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2ാമത്തെ വർക്കാണ് ഞങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാലേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടെയുള്ള ആ ഒരു വൈബ് നിങ്ങൾക്ക് കിട്ടുള്ളൂ, അല്ലെ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ഓപ്പൺ ഏരിയയും കൂടെയാണ്, നല്ല വെയിലായിരിക്കും ബാക്കിയുള്ള ടൈമിലൊക്കെ. അപ്പോൾ ഞാൻ ഈ ഏരിയയുടെ കുറച്ച് ഷോട്ടും കാര്യങ്ങളെല്ലാം കാണിക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തം ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു സാരിയുടെ സെക്ഷൻ കഴിഞ്ഞു. അത് കുറച്ച് ഹൈലൈറ്റ് ചെയ്യേണ്ടായിരുന്നു, കാരണം അതൊരു പക്ക ട്രഡീഷണൽ ആ ഒരു ഇതിൽ വരുന്ന ഒരു ടൈപ്പ് സാരിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാരിയുടെ തന്നെ ആദ്യം നമ്മൾ എടുത്തു വിട്ടു. ബാക്കിയുള്ള 2 സാരി നമുക്കൊന്ന് കാണിച്ചു വിട്ടാൽ മതി. പക്ഷേ ഈ ആദ്യം എടുത്ത് തീർത്ത ആ ഒരു സാരിയാണ് മെയിനായിട്ട് നമുക്ക് കാണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ സാരിയുടെ ഒരു സെക്ഷൻ തീർന്നു. അപ്പം അടുത്ത സാരി മാറാൻ വേണ്ടിയിട്ട് ആൾ പോയേക്കാണ്. നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5-2 മണിക്കൂറും കൊണ്ട് തീർക്കാവുന്ന ഉണ്ടായിരുന്നുള്ള ആക്ച്വലി ഷൂട്ട്. പിന്നെ ഇത്രയും താമസിച്ചതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, നമുക്ക് ഓക്കെ ആയിട്ടുള്ള കാലാവസ്ഥ അല്ലായിരുന്നു ഒന്ന്. പിന്നെ ഡ്രസ്സ് മാറാൻ ഇവിടെ അങ്ങനെ സൗകര്യം, ആളുടെ വീട്ടിൽ ചെന്നിട്ട് വേണം അടുത്ത സാരി മാറിയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ സാരിയും കൂടെ അല്ലേ ഉടുക്കാനുള്ള കുറച്ച് സമയം, അങ്ങനത്തെ കുറച്ച് എടുത്തുകൊണ്ടാണ് നമുക്ക് ഇത്ര സമയം എടുത്തത്. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1.5-2 മണിക്കൂറും കൂടെ നമുക്ക് തീർക്കാമെന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്തായാലും നമ്മൾ ഷൂട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബിഹൈൻഡ് ദ സീൻസ് എല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായാലും നിങ്ങളൊന്ന് കയറി നോക്കുക. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.